കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് അപകടത്തിൽ മരിച്ച പാലക്കാട് പൊള്ളാച്ചി പാതയിലും അപകടങ്ങൾ പതിവാണ്. 2 വർഷത്തിലധികമായി റോഡ് ശോചനീയ അവസ്ഥയിലാണ്. സമാനമായി നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പാലക്കാട് പൊള്ളാച്ചി ദേശീയ പാതയാണ്. ഇവിടെയാണ് ഇന്നലെ ഈ അപകടം ഉണ്ടായത്. ശങ്കർ ഇവിടെ നിന്ന്, അതായത് പാലക്കാട് ഭാഗത്ത് നിന്ന് കൊഴിഞ്ഞാമ്പാറ ഭാഗത്തേക്ക്, അത്തിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കുഴി മുന്നിൽ വന്നു പെട്ടത്. അദ്ദേഹം വാഹനം ഈ കുഴിയിൽ പെടാതിരിക്കാനായി വാഹനം വലത്തോട്ട് തിരിച്ചു. അതിനിടയിൽ എതിർ ദിശയിൽ വന്നിരുന്ന ആ ടോറസ് ഇടിക്കുകയും ആ ടോറസ് ഏകദേശം 1 മീറ്ററോളം അദ്ദേഹത്തെ നിരക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കൊണ്ടുപോയാണ് ഈ അപകടം ഉണ്ടായതും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതും. നമുക്ക് ഈ പാത പരിശോധിക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഗട്ടറുകൾ ഉണ്ടെന്നുള്ളത് കാണാം. ഇന്നലെ ഒരു 3 മണിയാണ് സമയത്താണ് 10 ആൾ മരിച്ചിട്ടുണ്ടാവും. അവിടെ റോഡ് വരുന്നു എന്ന് പറയാൻ തന്നെ റോഡുകൾ ശരിയാക്കാൻ നടപടി എടുക്കില്ല. കുഴിയ ഭയങ്കര പ്രശ്നമാണ് അവിടെ. അവിടെ ഒരു 500 മീറ്റർ പോയ ഇനിയും വെളി കുഴിയിലൊക്കെ നിറയുണ്ട്. പഴയ ആൾക്കാർക്ക് കറക്റ്റായി അറിയും, പുതിയതായിട്ട് വരുന്നവരിന് ഈ കുഴി അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. എത്ര പറഞ്ഞു കുറേ സമരം ചെയ്യും, പോലീസുകാർ വരും, ഇടപെടും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്നും കുഴി അടിക്കും, പോവും. അത് കഴിഞ്ഞു. ഏറ്റക്കുളം തൊട്ട് മറ്റേ ഗോവല വരേക്കും വളരെ മോശം കുഴി. നമ്മൾ ശരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ പോയി വീട് എത്തി, ഇല്ലെങ്കിൽ പടുക തന്നെ. എല്ലാവരുടെ അവസ്ഥ ഇതാണ്. ഈ റോഡ് പണി ചെയ്യുന്നത് പാച്ച് വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഫുൾ വർക്ക് ചെയ്യുന്നില്ല. ഈ ഫുൾ വർക്ക് ചെയ്താൽ നമുക്ക് ഈ റോഡിനെ നമുക്കൊരു നിലവിലെത്തുള്ളൂ. ഞാൻ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കാൻ തുടങ്ങിയ 4 കിലോമീറ്ററോളം ഞങ്ങൾക്ക് എൻ്റെ സ്റ്റാൻഡിൽ നിന്നും കൊഴിഞ്ഞാമ്പറയ്ക്കുമായിട്ട് ഒരു 150 ഉറുപ്പിക്ക് പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങളുടെ ജീവനെ തന്നെ ഞങ്ങൾക്കൊരു വിലയില്ലാത്ത രീതിക്കാണ്. ഏകദേശം 10-നടുപ്പിച്ച ആളുകൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ മരിക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏകദേശം 2 വർഷത്തിലധികമായി ഈ റോഡ് ഇങ്ങനെ നശിച്ചു കിടക്കുകയാണ്. നിരവധി ചരക്ക് ലോറികൾ വരും, ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടാകും, സാധാരണ വാഹനങ്ങൾ ഉണ്ടാകും. അങ്ങനെ നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു പാതയിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയുള്ളത്. നിരവധി മരണങ്ങളും ഇത്തരത്തിലുള്ള അപകടങ്ങൾ മൂലം ഉണ്ടാകുന്നത്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.